മനു, ഇപ്പോൾ താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ്, അംഗത്വം പുതുക്കാത്ത ആളാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില മോശം പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനോട് എം.വി. ജയരാജൻ മൃദു സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നു. പക്ഷേ പി ജയരാജൻ്റെ പോസ്റ്റ് താങ്കളെ മോശമായി അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് മറുപടിയായി താങ്കൾ അതും കടന്ന് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ കേട്ട ചില കാര്യങ്ങൾ, താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിന് താങ്കൾ ക്ഷമയോടെ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കൊതിക്കെറിവാണ് ഉള്ളതെന്ന് ഒരു വിഭാഗം പറയുന്നു. താങ്കളും ഷാജിറും ഒക്കെ പാർട്ടിയിൽ വന്ന ഘട്ടം എന്നുള്ളത്, താങ്കളാണ് കുറച്ചുകൂടി സീനിയറായ ആൾ. പക്ഷേ ഷാജിർ 2010 ശേഷം വന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കുന്നു, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആക്കുന്നു. അത് പി ജയരാജൻ്റെ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഷാജിറും പി ജയരാജനും തമ്മിലുള്ള ബന്ധം കാരണം ആ ഒരു ഇഷ്ടക്കേട് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ പിന്നീട് വലുതായത് എന്ന് ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. മനു, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും പാർട്ടിക്കകത്ത് ഉന്നയിച്ചത്, സംഘടനയ്ക്കകത്ത് ഉന്നയിച്ചത് വ്യക്തിപരമായ ഏതെങ്കിലും അനിഷ്ടത്തിന്റെയോ ദേഷ്യത്തിന്റെയോ കെറിവിന്റെയോ ഭാഗമായിട്ടല്ല. കാലഘട്ടത്തിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ നമ്മൾ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് ഞാൻ ചെയ്തത്. അതിനെ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ കഴിയും. വ്യാഖ്യാനങ്ങൾക്ക് ആർക്കും ആരെയും തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായി അന്നും ഇന്നുമല്ല, ഇതിപ്പോ ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ തുടങ്ങിയ കാര്യങ്ങളല്ല. പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും അതിനകത്ത് ചില കാര്യങ്ങളോട് യോജിക്കാൻ ചില കാര്യങ്ങൾ പാർട്ടിക്ക് എന്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ ഭൂരിപക്ഷ അഭിപ്രായത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിശബ്ദനായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ തുറന്ന് അഭിപ്രായങ്ങൾ പിന്നീടും പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്, തുടർന്നുകൊണ്ടിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് പാർട്ടി സംഘടനയെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമല്ല, പാർട്ടി സംഘടനയെ നന്നാക്കുന്ന കാര്യങ്ങളിലാണ്. അങ്ങനെ നന്നാക്കുന്നതിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന് പിന്തുണ താങ്കൾക്കുണ്ടോ? അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പലപ്പോഴും കണ്ണൂർ ജില്ലാ പാർട്ടിക്കകത്ത് ഒരു വലിയ നിശബ്ദത ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നു. ആ നിശബ്ദത എന്തിൻ്റെതാണ്? പേടിയുടെ ആണോ മറ്റെന്തെങ്കിലും ഒക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. ആ കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. താങ്കൾ പി ജയരാജനുമായി സംവാദത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പി ജയരാജന് വേണ്ടി ഈ അർജുൻ ആയങ്കിയും ആകാശ് തിലങ്കേരിയും ഒക്കെ രംഗത്ത് വരുന്നത്? അദ്ദേഹമാണത് പറയേണ്ടത്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഞാനല്ലത് പറയേണ്ടത്. എങ്ങനെയാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരാൾക്ക് പ്രതിരോധം തീർക്കാൻ ഈ പറഞ്ഞ ആളുകൾ വരുന്നത്? ഇവിടെ വേറെ ഏതെങ്കിലും നേതാക്കളുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പൊ പല നേതാക്കളും, CPM-ന്റെ പല നേതാക്കളും പലതരത്തിൽ വേട്ടയാടപ്പെട്ട ഘട്ടങ്ങളുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രതിരോധം തീർക്കൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്നുള്ളത് സമൂഹം കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹം കൂടി അത് വിശദീകരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. TP കേസ് പ്രതികളും ഇക്കാര്യത്തിൽ ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് ലൈക്കും ലവും ഒക്കെ ഇടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇവരൊക്കെ ആയിട്ട് തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു കാലഘട്ടത്തിലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും പാർട്ടിയുടെ ഏതെങ്കിലും വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടതല്ല. ഇതെല്ലാം ഒരു വൈദഗ്ധ്യത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. പക്ഷേ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംഭവിച്ച വൈകൃതമാണോ?
കാലഘട്ടത്തിന്റെ വൈകൃതം തന്നെയാണ് അത്. കണ്ണൂരിലെയും മലബാറിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കുമോ? പി ജയരാജന്റെ കാലത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംഭവിച്ച വൈകൃതം എന്നാണോ അതിനെ കരുതേണ്ടത്? ഒരു കാലഘട്ടത്തിന്റെ കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിന്റെ വൈകൃതം തന്നെയായിരുന്നു. ഏതാണ് ആ കാലഘട്ടം? ഈ പറഞ്ഞ കാലഘട്ടം, ഇതൊക്കെ സംഭവിച്ച കാലഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ വിഷയങ്ങൾ നടന്ന കാലഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. ഗുരുതരമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അർജുൻ നായങ്കി ആയാലും ആകാശ് തിലങ്കേരി ആയാലും പാർട്ടി ഇവരെയൊക്കെ തള്ളി പറഞ്ഞതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവർ പരസ്യമായി പാർട്ടി സംഘടന ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് താങ്കൾക്കെതിരെയുള്ള ഭീഷണി? അപ്പോൾ ആ ഭീഷണി എങ്ങനെയാണ് കാണുന്നത്? കണ്ണൂർ ജില്ലയിലെ പാർട്ടി സംവിധാനം ഇവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം അത് പറയേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വമാണ്. ഇങ്ങനെ അധികം സമയം വേണ്ട, പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് പാർട്ടി അങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. താങ്കൾ ഈ ചോദ്യം എം വി ജയരാജനോടാണോ? തീർച്ചയായും എം വി ജയരാജന് മറുപടി പറയണല്ലോ, കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ താങ്കളുടെ ഈ പരസ്യ പ്രതികരണത്തിന് ശേഷം എം വി ജയരാജൻ താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? അങ്ങനെ ഒരു കാര്യത്തിലും ഈ പറഞ്ഞ നിലയിൽ ഒരു നേതാക്കളുമായി ബന്ധം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു രണ്ടാമതൊരു ഘട്ടമാണല്ലോ. ഞാൻ ആ സംഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഘട്ടവും അതിനുശേഷം പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ. ഞാനും അതിന് ശ്രമിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ടുള്ള നേതാക്കളെ ബന്ധപ്പെടാതിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മനു, ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ സത്യസന്ധമായി ഞാൻ പറയാം, ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയാണ് ചെയ്തത്. പാർട്ടി ലീഡർഷിപ്പ് പലരും ഈ ഘട്ടത്തിലൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ കൃത്യമായ മറുപടിയോ അതിന്റെ ഒരു ശരിയായ നടപടിക്രമങ്ങളോ ഉണ്ടാകാതെ ഇരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഞാൻ അതിന്റെ പുറത്തേക്ക് പോയതിനു ശേഷം പിന്നെ അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ആ കാര്യങ്ങളിലൊക്കെ പിന്നീട് സംസാരം ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. മനു തോമസ്, താങ്കൾ പറയുന്നതിൽ പ്രസക്തി ഉണ്ടാകുന്നത് താങ്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വെച്ച ഒരു ആയുധമായിട്ടല്ല ഇതിനെ കാണുന്നത്, അതിനുശേഷം നടത്തിയ പ്രതികരണമാണ് എന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തിലുള്ളതാണ്. ഈ ഷാജിറിന്റെ കാര്യത്തിൽ താങ്കൾ ഉന്നയിച്ച ആരോപണം കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം നിങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പറയുന്നു, പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നു, അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. രേഖാംഗ കമ്മീഷൻ അന്വേഷണം നടത്തിയല്ലോ എം സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ആ അന്വേഷണത്തിൽ ഷാജിറിന് ജാഗ്രത വേണമായിരുന്നു എന്നുള്ളതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. അപ്പോൾ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജിറിന് ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം തെറ്റായിരുന്നു എന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണല്ലോ. അതുമേൽ എന്നിട്ട് എന്താണ് ഒരു നടപടി ഉണ്ടാവാതിരുന്നത്? നടപടി ഉണ്ടാകായിരുന്നു എന്നോട് ചോദിച്ചിട്ട് ഞാനെന്താ താങ്കൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഇതിന് ചില പരിമിതികളുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് എടുക്കുന്നതിൽ. എന്തൊക്കെയാണ് പരിമിതി? ഇപ്പോൾ പി ജയരാജനെതിരെ താങ്കൾ ഗുരുതരമായ ആരോപണം പി ജയരാജന്റെ മകനെതിരെ പറയുന്നു. സംവാദത്തിന് വഴി തുറക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അത് പാർട്ടിക്ക് പരിക്കേൽക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പരിമിതിയുണ്ട് എന്നത് ഞാൻ കൃത്യമായി അത് പറയുകയാണ്. താങ്കൾക്ക് പരിമിതിയില്ലല്ലോ? എന്റെ ബോധ്യം അങ്ങനെയാണ്. താങ്കൾക്ക് പരിമിതിയില്ലല്ലോ? ഇല്ല, എനിക്ക് ഇപ്പോൾ അതിനകത്ത് പരിമിതിയില്ല. പക്ഷെ ഞാൻ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിന് പരിമിതിയുണ്ട്, CPM-ന് അതിന് പരിമിതി ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു പോയാൽ എങ്ങനെയാണ് ഭാവിയിൽ ഈ ജനങ്ങളുമായിട്ടുള്ള വിശ്വാസ്യതയെ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഘടകമാണ്. ശരി, എന്തും ചെയ്യാൻ മടിക്കാത്ത കൊട്ടേഷൻ സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പേടിയുണ്ടോ പുറത്തിറങ്ങാൻ? ഇല്ല, ഞാനത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മള് പിന്നെ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പം അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജയിൽവാസവും മറ്റ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെയാണല്ലോ കടന്നു വരുന്നത്.
നമ്മളങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തുക എന്നുള്ളത്. ഞാൻ അതിനകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും എല്ലാം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിർഭയമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പോലീസിൽ പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ അതിനകത്ത് കാണുന്നൊരു കാര്യം, ഇപ്പൊ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു ഭീരുവിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇവരൊക്കെ ഈ പല ആളുകളെയും കൊല്ലുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അവരോട് സംവദിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ. സംവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സംവദിക്കാതെ തീർത്ത് നിശബ്ദമാക്കാനാണ് എങ്കിൽ അതൊരു ഭീരുവിന്റെ പ്രവർത്തനമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കകത്ത് അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഞാൻ പോലീസിലൊന്നും പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അനുസരിച്ചാണെങ്കിൽ പി ജയരാജനാണ് താങ്കൾ ഈ പറയുന്ന ചില പ്രവണതകൾ ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് അത് തുടങ്ങിയത്. ആ രൂപത്തിലാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വളർന്ന് പന്തലിച്ചത്. അത് പാർട്ടിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ പാർട്ടിക്ക് അപ്പുറം ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പി ജയരാജനെതിരെ പാർട്ടി ഒരു നടപടി എടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് അത് ചർച്ച ചെയ്യേണ്ടതും എന്താണെന്നുള്ളത്. ഇതൊക്കെ ഒരു വലിയ തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു അധോലോക സംവിധാനത്തിലേക്ക് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇതിനെയൊക്കെ എത്രമാത്രം ഇനി നിയന്ത്രിച്ചു നിർത്താൻ പറ്റും, ആരെയൊക്കെ ഇതിനകത്ത് പിടിച്ചു കെട്ടാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ ഒരു വലിയ ശാപമായി ഈ രാഷ്ട്രീയ മാഫിയ സംവിധാനം മാറിയിട്ടുണ്ട്. അതിനകത്ത് തിരുത്തിയാൽ എല്ലാവർക്കും നല്ലത്. ഈ പാർട്ടിയിൽ ഈ അധോലോക സംവിധാനം എത്രത്തോളം വളർന്നു എന്നാണ് കരുതുന്നത്? പി ജയരാജൻ എന്നൊരു നേതാവ് മാത്രം ആണ് ഈ അധോലോക നേതാവ്, വേറെ ആർക്കും ഇതിൽ പങ്കില്ല എന്നാണോ മനു തോമസ് പറഞ്ഞു വെക്കുന്നത്? അധോലോക സംസ്കാരത്തെ രാഷ്ട്രീയത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഈ കാലഘട്ടത്തിൽ വലിയൊരു പങ്കുണ്ട്. അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പഴയ കാലമല്ലല്ലോ ഇപ്പം. കാലം മാറിയില്ലേ, ചിന്താഗതികൾ മാറിയില്ല. ഒന്നാമത് ചെറുപ്പക്കാരൊന്നും നാട്ടിൽ നിൽക്കാനോ പൊതുരംഗത്തേക്ക് വരാനോ വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടു വരികയാണ്. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഈ പ്രവർത്തനമായിട്ടൊന്നും മുമ്പോട്ട് പോയാൽ ഇനി ഈ കാലത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുനർവിചിന്തനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആവശ്യമാണ്. പഴയതുപോലെ അല്ല കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി ഗൗരവമായ പരിശോധന നടത്തി മാറ്റങ്ങൾ വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ കൊലപാതക രാഷ്ട്രീയത്തെയൊക്കെ നിർത്തുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറെ മുമ്പേ ആയിരുന്നെങ്കിൽ കുറെ മനുഷ്യരുടെ കണ്ണീരും സ്വപ്നങ്ങളൊന്നും തകരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും ഈ പറഞ്ഞൊന്നും 42-ലെ കയ്യൂർ സമരം പോലെയോ അല്ലെങ്കിൽ കാവുമ്പായി സമരം പോലെയോ മുനയംകുന്ന് സമരം പോലെയുള്ള സമരങ്ങളൊന്നും അല്ലല്ലോ ഇത്. ഇതൊന്നും മനുഷ്യന്റെ പട്ടിണിക്ക് വേണ്ടിയോ അവന്റെ ജീവിതത്തിന് വേണ്ടിയോ ഉള്ള സമരങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഒരു പവർ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായി പലപ്പോഴും മാറ്റപ്പെടുന്നതാണ്. ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു, തിരുത്തപ്പെടേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെ തിരുത്തിയാൽ എല്ലാവർക്കും നല്ലത്. അത് ജനങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ സമയത്തും അവർക്ക് കിട്ടുന്ന അവസരത്തിൽ അവരത് പറയുന്നുണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.